എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡിസംബർ മാസത്തെ റേഷൻ വിതരണം തീയതി ശനിയാഴ്ച മുതലാണ് ആരംഭിക്കുന്നത്. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് വ്യക്തമാക്കുന്നത്. മറ്റ് അറിയിപ്പുകളുമുണ്ട്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഡിസംബർ മാസത്തെ റേഷൻ പ്രഖ്യാപിച്ചപ്പോൾ ചെറിയ മാറ്റം മാത്രമാണുള്ളത്. പതിവ് പോലെ ഓരോ കാർഡിൻ്റെയും വിഹിതങ്ങൾ നോക്കുകയാണ് എങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 കിലോ ആട്ടയും ലഭിക്കും. 1 കിലോ പഞ്ചസാര 21 രൂപ നിരക്കിലും ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ടയ്ക്ക് 7 രൂപയും നൽകണം. ഈ പൊതുവിഭാഗം പിങ്ക് റേഷൻ കാർഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓരോ വ്യക്തിക്കും 4 കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും. മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 3 കിലോ ഗോതമ്പ് കുറച്ച് പകരം 3 പാക്കറ്റ് ആട്ട നൽകും. ആട്ടയ്ക്ക് 9 രൂപ വീതം നൽകണം. അരിയും ഗോതമ്പും സൗജന്യമാണ്. നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് 2 കിലോ അരിയാണ് ലഭിക്കുക. 4 രൂപ നിരക്കിലാണ് ലഭിക്കുക. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 മാസങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ സ്പെഷ്യൽ അരി ഉണ്ട്. സ്പെഷ്യൽ അരി 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുക. വെള്ള റേഷൻ കാർഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 6 കിലോ അരിയാണുള്ളത്. കഴിഞ്ഞ 2 മാസം 5 കിലോ അരി ആയിരുന്നു. ഈ മാസം ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും 1 കിലോ അരി അധികമായിട്ട് നൽകിയിട്ടുണ്ട്. അത് 10 രൂപ 90 പൈസ നിരക്കിലാണ് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് അരി ലഭിക്കുക. ആട്ട, നീല, വെള്ള റേഷൻ കാർഡിനില്ല. ഇനി സ്ഥാപനങ്ങളിലെ ബ്രൗൺ റേഷൻ കാർഡ് കന്യാസ്ത്രീ മഠങ്ങൾ, ആശ്രമങ്ങൾ ഇവിടേക്കുള്ള ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്ന കാർഡാണ്. അതിൽ 10 രൂപ 90 പൈസ നിരക്കിൽ 2 കിലോ അരിയും ലഭിക്കും. ആണ് ഓരോ കാർഡിനും ആകെ ലഭിക്കുന്ന വിഹിതങ്ങൾ. പിന്നെ മണ്ണെണ്ണയുണ്ട്. മണ്ണെണ്ണ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കാണുള്ളത്. മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് റേഷൻ കാർഡിന് 1/2 ലിറ്റർ മണ്ണെണ്ണയുമാണുള്ളത്. ഇത് വൈദ്യുതീകരിച്ച വീടിൻ്റെ കാര്യമാണ്. വൈദ്യുതീകരിക്കാത്ത വീടിന് മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഈ കാലയളവിൽ ഈ 3 മാസത്തെ കാലയളവിൽ 6 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും. 3 മാസത്തെ കാലയളവ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളാണ്. കഴിഞ്ഞ 2 മാസങ്ങളിൽ വാങ്ങാത്തവർക്കാണ് ഈ മാസം മണ്ണെണ്ണ ലഭിക്കുക. പിന്നെ മറ്റൊന്ന് തെളിമ ബോക്സിൻ്റെ കാര്യമാണ്. റേഷൻ കടകളിൽ തെളിമ ബോക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 15-ാം തീയതി മുതൽ സ്ഥാപിച്ചതാണ്. ഈ മാസം 15-ാം തീയതി വരെ ബോക്സുകൾ കടയിലുണ്ടാകും. മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് റേഷൻ കടക്കാരനെ കുറിച്ചോ അതുപോലെ തന്നെ സെയിൽസ്മാനെ കുറിച്ചോ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചോ പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ട് എങ്കിൽ ആ വിവരവും എഴുതിക്കൊണ്ട് തെളിമ ബോക്സിൽ നിക്ഷേപിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് മുൻഗണന റേഷൻ കാർഡ് അനർഹമായി കൈവശം വെച്ചവരെ കുറിച്ച് അറിയാമെങ്കിൽ ആ വിവരവും തെളിമ ബോക്സിൽ എഴുതി നിക്ഷേപിക്കാം. അവരുടെ കാർഡ് നമ്പറും അവരുടെ വിവരങ്ങളും എഴുതി നിക്ഷേപിക്കാം. വിവരം നൽകുന്ന ആളുടെ വിവരങ്ങൾ രഹസ്യമാക്കി വെക്കുമെന്ന് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട്. ഇതാണ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും റേഷനുമായി ബന്ധപ്പെട്ടും നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇനി സപ്ലൈകോ വിഹിതങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ക്രിസ്മസ് ഫെയറുകളോ ക്രിസ്മസ് ചന്തകളൊക്കെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാവേലി സ്റ്റോറുകളിൽ ഒന്നുമില്ലാത്ത അവസ്ഥയുമാണ്. അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഇതിലേക്ക് ബൈ.